ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണൻ, നീ ഇത് എവിടെ ആയിരുന്നടാ? വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഇവിടെ ഇപ്പൊ ടി വി ഉണ്ടടാ. ആ ഇവിടുന്ന് പോണോന്നുണ്ട്, പക്ഷെ ശിക്ഷ കഴിയാതെ പറഞ്ഞു വിടൂലല്ലോ. പണിയാ ഒന്ന് പോ സാറേ, ഇന്നിനി റെസ്റ്റാ. ഇവനെ ഞങ്ങളുടെ കൂടെ പറപ്പാ. ഒന്നിച്ചൊരേ ജൂനൈൽ തറവാട്ടിൽ 8 കൊല്ലം പാട്ടും കുത്തായി കഴിഞ്ഞോരാ ഞങ്ങ. എത്ര നാളത്തെ പ്രാർത്ഥന കൊണ്ടാണെന്ന് അറിയാമോ ഇവൻ ഇതിനകത്ത് വന്നത്? അല്ലടാ, അയ്യോ ഈ കാണാനുള്ള കൊതി കൊണ്ടല്ലടാ, ഞങ്ങൾക്ക് പുറത്തൊന്നും കാണാൻ പറ്റില്ലല്ലോ. വി മീറ്റിംഗ് എ ലോങ് ടൈം, യു നോ സാർ. മീറ്റിംഗ് ഒക്കെ സെല്ലിൽ മതി. പോ സെല്ലിൽ മതിയാ? ഓക്കെ. ഉണ്ണികൃഷ്ണ, നമുക്ക് ഇവിടെ അടിച്ച് പൊളിക്കാടാ. ജയിലിന്റെ ഏതെങ്കിലും മൂല അടിച്ച് പൊളിക്കാൻ ശ്രമിച്ചാലോ ഇടിച്ചിന്റെ ജയിൽ അടിച്ച് പൊളിക്കുന്ന കാര്യമല്ല സാറേ പറഞ്ഞത്, ഇവിടെ ലൈഫ് അടിച്ച് പൊളിക്കാന്നാ പറഞ്ഞത്. ലൈഫോ? അതൊക്കെ ആദ്യത്തെ ഇടിക്കാനെ തീർന്നില്ലടാ. ഇപ്പൊ സാറ് പോ, അല്ലെങ്കിൽ ഞാൻ ഇതുകൊണ്ട് മുടി പോ ചെല്ല്. പോടാ. അപ്പൊ തീയൂടാ. ജുവേനൽ ഹോമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ചെറിയ മൊന്തയും കിണ്ടിയും ടൈം പീസും ഒക്കെ അടിച്ചു മാറ്റി മറിച്ചു വിറ്റ് നടന്നിരുന്ന ആളാണ് ഞാൻ. ഒരിക്കൽ വീട്ടിൽ നിന്ന് ഒരു സൂട്ട് കേസ് കിട്ടി. തുറന്ന് നോക്കിയപ്പോ അടുക്കടുക്കിന് നോട്ടുകെട്ടുകൾ. ഒരു 5-10 ലക്ഷം രൂപ ഉണ്ടാവും. അതും കൊണ്ട് നമ്മൾ അങ്ങോട്ട് സ്കൂട്ടായി സിറ്റിയിൽ ഒരു ബാറിൽ കയറി അതൊന്ന് ആഘോഷിച്ച്. ബാർ അടക്കാൻ പോണെന്ന് പുറത്തിറങ്ങിക്കോളാൻ പറഞ്ഞപ്പോ എനിക്കത് അങ്ങോട്ട് പിടിച്ചില്ല. അപ്പോഴത്തെ മൂച്ചിന് ബാർ കൊടുക്കണമെന്ന് ചോദിച്ച് സൂട്ട് കേസ് തുറന്ന് അഡ്വാൻസ് 10 ലക്ഷം രൂപ പിടിച്ചു എന്ന് പറഞ്ഞത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ കണ്ണു തുറന്നപ്പോ കൊഞ്ചു വളഞ്ഞു കിടക്കണ പോലെ ചെല്ലിന്റെ അകത്ത് കിടക്കേണ്. പഞ്ഞി കിട്ടട്ടെ. നീ പറ, ഒരു ബുദ്ധിമുട്ടില്ലാതെ സർക്കാരിന് 10 ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുത്ത ഞാൻ അകത്ത് കിടക്കണ പുറത്ത് നടക്കണ? തലയില് കുറ്റവാളിന്നൊരു ചോപ്പോട്ടം വീണാ പിന്നെ ആയുഷ്കാലം അത് മാറൂലടാ. അതുകൊണ്ടല്ലേ 12-ാം വയസ്സിൽ തുടങ്ങിയ പണി ഞാനങ്ങ് കണ്ടിന്യൂ ചെയ്തത്. കപ്പലിൽ നിന്ന് കള്ളച്ചരക്ക് തോണി ഇറക്കണ പണി ഇടയ്ക്ക് പിടിക്കും. അപ്പൊ പിന്നെ കുറച്ച് നാൾ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കും, പിന്നെ വിടും. അപ്പൊ പിന്നെയും തുടങ്ങും, പിന്നെ പിടിക്കും. അങ്ങനെ എന്തായാലും സബ് ജയിലിലെ സെല്ല് മുഴുവനും ഫുള്ളായത് ഭാഗ്യം. അതുകൊണ്ടല്ലേ നിന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. എന്തായാലും ഒരുമിച്ച് ഇങ്ങനെ കൂടാൻ പറ്റിയല്ല. പടച്ചോ കാത്തു. നന്നായി നടന്നിങ്ങനെ കൂടാൻ പറ്റോടോ? ഇനിയിപ്പൊ നന്നാവാന്ന് വിചാരിച്ചാ തന്നെ നാട്ടുകാര് സമ്മതിക്കും. എന്താടാ ജോജി? നാട്ടുകാർ മാത്രമല്ല, പോലീസ് ഏമാന്മാര് സമ്മതിക്കില്ല. നിനക്കറിയോ, ഞാൻ ഡീസന്റ് ആയിട്ട് ഡ്രൈവർ പണി ചെയ്ത് നടന്നിരുന്നതാണ്. മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നിന്ന് 50 പവൻ പോയ കേസിൽ പ്രതിയെ കിട്ടാതായപ്പോ പോലീസ് എന്നെ പൊക്കി. ഓരോ തട്ടാമാരടുത്ത് കൊണ്ടുവന്ന് കട്ട മുതൽ അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്നൊക്കെ പറയിപ്പിച്ചു. തട്ടാമാര് പേടിച്ച് കേസിന് തലവരാൻ 5-10 പവൻ വീതം കൊടുത്തു. അതിൽ നിന്ന് തൊണ്ടി മുതൽ കഴിച്ച് ബാക്കിയുള്ളത് ഏമാമാര് വീതിച്ചെടുത്തു. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ഇനി ഡീസന്റ് ആയിട്ട് കാര്യമില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു. ടൂൾസ് വർക്ക് തുടങ്ങി. കൊട്ടേഷൻ ഉറപ്പിച്ച ആളുടെ അടയാളവും അഡ്വാൻസും തന്നാൽ ബൈക്കിൽ പാഞ്ഞെന്ന് സ്ക്രൂ ഡ്രൈവർ ഒരു കാച്ച ആള് ക്ലോസ്. അങ്ങനെ ഡ്രൈവർ ജോജി സ്ക്രൂ ഡ്രൈവർ ജോജിയായി. റിവോൾവറിന്റെ ഡിഷും ബുള്ളറ്റ് കൊണ്ട് ചങ്കന് കാച്ചിനുള്ളവരോടാണ് നിന്റെ ഒരു ഉണക്ക സ്ക്രൂ ഡ്രൈവർ. ഒന്ന് പോടാപ്പാ. അല്ല, നിനക്കയാളെ കൊല്ലാൻ തോക്കവിടെ കിട്ടി? ഞാൻ കൊന്നിട്ടില്ല. അത് വിട്, ഞങ്ങൾ ആരോടും പറയൂല. അല്ല, ശരിക്കും നീ തീവ്രവാദി ഗ്രൂപ്പിൽപ്പെട്ട ആളാണോ? അല്ല, ആണോന്നല്ലേ ചോദിച്ചുള്ളൂ. ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, ഈ കാസിം ബാവനൊക്കെ കൊല്ലുക പറഞ്ഞാലേ ഞാൻ ആരെ കൊന്നിട്ടില്ല. പിന്നെ അച്ചമ്പട്ടത്തിന് പഠിക്കാനല്ല നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇവൻ പുണ്യാളനാടാ, പുണ്യാളൻ. ഞാൻ കൊന്നിട്ടില്ല. ബാബയെ ഞാൻ കൊന്നിട്ടില്ല. ക്ഷമിക്കടാ. പിന്നെ ആരാടാ നിന്നെ ചതിച്ചത്? സുലൈമാൻ. പരാതി കൊണ്ട് വരുന്ന ഒറ്റ നായിന്റെ മക്കളെ പഠിക്കാത്ത കയറ്റുന്ന തന്നോട് പറഞ്ഞിട്ടില്ലേ? പോയി പറഞ്ഞോ. സുലൈമാനെ, നീ ഇതെന്ത് ഭാവിച്ച? സഹായം ചോദിച്ച് പഠിക്കൽ വരണോരെ വെറും കൈയോടെ ഇറക്കി വിട്ടിട്ടില്ല ഇതുവരെ. ഭരണ കാവറിങ്ങളെയൊക്കെ പിടിച്ചു കയറ്റി ഉരുട്ടിക്കൊടുത്ത് ഊട്ടിയതിന്റെ ഫലമായി ഇപ്പൊ അനുഭവിക്കുന്നേ. ഇനി എന്താ വേണ്ടെന്ന് സുലൈമാൻ അറിയാം. ആരുടെ ഉപദേശം കൂടെ വേണ്ട. എന്തായി? എന്താ ഞാൻ പറഞ്ഞിപ്പോയ? ഹാർബറിൽ നിന്ന് പിരിവെടുക്കുന്ന കാര്യം പറഞ്ഞിട്ട് എന്തായിന്ന്? അത് ശരിയല്ല സുലൈമാനെ, ബാബയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ ഇവിടുത്തെ ബാബ ഞാന്. എന്നെ അനുസരിക്കാൻ പറ്റുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി, അല്ലാത്തവർക്ക് പോവാം. തലമറന്ന് എണ്ണ തേക്കണോ സുലൈമാനെ? ഇവരെവിടെ പോവാനാ? തന്റെ വക്കാലത്ത് വേണ്ട. ഓർമ്മ വെച്ച നാളെ മുതൽ ഇവിടെ തുപ്പും ചോറും നിന്ന് ബാബയുടെ കാൽച്ചൂട്ടി കിടന്നു വളർന്ന നായ്ക്കളാ ഞങ്ങൾ.
ബാബ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾക്ക് ശീലമുള്ളൂ. പക്ഷെ ഞങ്ങൾക്കൂടെ ശരിയെന്ന് തോന്നണത് ബാബ പറഞ്ഞിട്ടുള്ളൂ. നായ്ക്കൾക്ക് എന്ത് തെറ്റ് ശരിയടോ? കുരയ്ക്കാൻ പറഞ്ഞാ കുരയ്ക്കുക, കടിക്കാൻ പറഞ്ഞാ കടിക്കുക. സുലൈമാൻ, ആ ആ അതനുസരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിൽക്കാം. ഇല്ല എന്നാണെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ കാണരുത്. സുലൈമാനെ, തന്നോടും കൂടാ പറഞ്ഞത്. ശരൺ ഭായ് ചലോ. ചലിയേ. മീൻകറിയാണ്. ഇതിൽ മീൻ കഷ്ണം കാണുന്നുണ്ടെങ്കിൽ തോർത്ത് കൊടുത്ത് മുങ്ങിത്തപ്പി ഇറങ്ങണമല്ല. പോയിരുന്ന് കഴിക്കടാ. നീ ഈ പറഞ്ഞ ഷാരോൺ ഷൂരിയെ എനിക്കറിയാം. സ്വന്തം മാമയെ കൊല്ലാൻ കൂട്ടുന്ന പന്നിയ സുലൈമാൻ. ബാബയെ കൊല്ലാൻ എന്റെ നേരെ വെച്ച് നീട്ടി തോക്കാതെ കൊല്ലുന്നവനുള്ള അത്രയും ശിക്ഷ എന്നെ കൊല്ലാൻ പ്രേരിപ്പിക്കണവനും കൊടുക്കണമെന്ന് IPC പറഞ്ഞേക്കണത് അല്ലേടാ ജോജി? ചതിയന്മാരെ ഒറ്റ എണ്ണത്തിന് വച്ചേക്കരുത്. അപ്പൊ കയറിയിരിക്കണം റേഷൻ കാർഡ്. പിന്നത്തേക്ക് വെച്ചാൽ ചിലപ്പോ ഇതിനകത്തേക്ക് ആളെ വിട്ട് നമ്മളെ കൊല്ലിക്കും അവന്മാര്. അടുത്ത 18-ാം തീയതി നിന്റെ വിധി. മറ്റന്നാ ഞാനും ജോജി റിലീസാവും. വിധി എന്തോ ആയിക്കോട്ടെ, പുറത്ത് ഞങ്ങളുണ്ട് സഹായത്തിന്. അതെ, എന്തിനായാലും ഞങ്ങൾ റെഡി. എന്ത് ചെയ്യണം നീ പറഞ്ഞാൽ മതി. എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നോർത്ത് നീ ബേജാറാവണ്ട. ജയിലൊക്കെ ഇപ്പൊ ഹൈടെക്കായി പോയില്ലടാ. എങ്ങോട്ട് വേണമെങ്കിലും SMS ഇറക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അത്യാവശ്യം STD IST അത് ഈ ലോക്കൽ കോയൊക്കെ വിട്ടേരി. നീ കഴിക്ക്. ഇതാണ് അടിച്ചിറക്കിയവനെ വിളിച്ചു കയറ്റേണ്ടി വരുമെന്ന് പറയണത്. പടച്ചോന്റെ ഓരോ കളിയെ. സഹി ഫർമായ. എന്താ അവളവിടെ? എടോ, തന്നെ കാണാനല്ല ഷാഹിദെ കാണാനാണ് ഷാരോൺ ഭായ് വന്നത്. ചെന്ന് അവളോട് വരാൻ പറ. ഓക്ക് വരാൻ പറ്റൂലെന്ന്. ആ എന്താ വരാൻ പറ്റാത്തത്? അത് ഓളോട് തന്നെ പോയി ചോദിക്കണം. സുലൈമാനെ, വേണ്ട, വരാൻ പറ്റൂല. ഞാനൊന്ന് നോക്കട്ടെ. മനസ്സിലാഞ്ഞിട്ട് ഷാരോൺ ഭായിക്ക് എന്താ ഒരു കുറവ്? ഈ ദുനിയാവ് മുഴുവൻ ബിസിനസ് നടത്തുന്ന കോടീശ്വരനാ. അയാളോട്ടൊരു ബന്ധം കിട്ടുക വെച്ചാൽ നമ്മുടെ ഭാഗ്യ. എനിക്ക് ആ ഭാഗ്യം വേണ്ട. അതെ, ഞാൻ പറയുന്നത് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. അനുസരിച്ചില്ലെങ്കിൽ പാപ്പാടെ ഗതി തന്നെയായിരിക്കും മോക്കും. ഈ വരലുകൊണ്ട് ഒന്നുകൂടെ കാഞ്ചി വലിച്ചാ മതി. സുലൈമാൻ നിനക്ക് ശരിക്കും അറിയില്ല. ഒരു നായിന്റെ മുന്നിൽ പിടികൊടുക്കാണ്ട് ഒന്ന് കടലെറിയാൻ അറിയാനൊക്കെ. പിന്നെ ഇനി ആ കാഫറിനെ അങ്ങ് മനസ്സിൽ കൊണ്ട് നടക്കണുണ്ടെങ്കിൽ അതങ്ങ് അർത്ഥം മാറ്റിക്കോ. ഓന്റെ മയ്യത്ത് പോലെ എനിക്ക് കിട്ടൂല. Ha 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 ha!